ഹലോ എവരിവൺ, എല്ലാവർക്കും ലാൽസ് അക്കാഡമിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ സ്മൂത്തായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു കണ്ടിന്യൂസ് കേസ് ഡിസ്ട്രിബ്യൂഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. ദാറ്റ് ഇസ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കോഷി ഡിസ്ട്രിബ്യൂഷൻ മറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ആണ് ഓരോ ഡിസ്ട്രിബ്യൂഷനെയും ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് വരുന്ന ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ കോഷി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് കേസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. സോ ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഇസ് സെറ്റ് ടു ഫോളോ കോഷി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ ഇഫ് its probability density function is given by f of x is equal to 1 by pi beta 1 plus x minus alpha by beta the whole square. അപ്പോൾ നമ്മൾ ഇതാണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ PDF, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇതാണ്. ഇനി നമ്മൾ ആൽഫ ബീറ്റയുമാണ് ഇവിടുത്തെ കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയുമാണ്. സോ എക്സിൻ്റെയും ആൽഫയുടെയും ബീറ്റയുടെയും റേഞ്ച് നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. എക്സ് എന്ന് പറയുന്നത് -∞ ടു +∞ വാല്യൂസ് എടുക്കാൻ പറ്റുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ്. ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ആൻഡ് ആൽഫയുടെയും റേഞ്ച് സെയിം ആണ്, -∞, ലെസ് ദാൻ ആൽഫ, ലെസ് ദാൻ +∞. ആൻഡ് ബീറ്റ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. സോ അതാണ് കോഷീസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ തന്നെ പറയുമ്പോൾ നമ്മൾ എക്സിൻ്റെയും അതേപോലെ തന്നെ പാരാമീറ്റേഴ്സിൻ്റെയും റേഞ്ചും കൂടെ സ്പെസിഫൈ ചെയ്താണ് പോകുന്നത്. സോ കോഷീസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ കണ്ടിന്യൂസ് കേസ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ യൂഷ്വലി കോഷീസ് ഡിസ്ട്രിബ്യൂഷൻ മിക്കപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പോലെ തന്നെ കോഷിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ദാറ്റ് ഇസ് ഇഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 ആൻഡ് beta is equal to 1, f of x is equal to എങ്ങനെ വരും 1 by pi 1 plus x square എന്ന് വരും. ശരിയല്ലേ? if alpha is equal to 0 and beta is equal to 1, this is the PDF. that is x follows standard Cauchy distribution എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആൽഫ 0യും ആൽഫയും ബീറ്റയുമാണ് പാരാമീറ്റേഴ്സ്. സോ ഇൻ പെർട്ടിക്കുലർ ഇഫ് ആൽഫ is equal to 0 and beta is equal to 1, then f of x is equal to 1 by pi 1 plus x square, which is the distribution അല്ലെങ്കിൽ which is the PDF of a standard Cauchy distribution. അപ്പോൾ ഇതാണ് കോഷീസ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രീസെറ്റിംഗ്. PDF ഇതാണ്, പാരാമീറ്റേഴ്സിൻ്റെ റേഞ്ച് ഇതാണ്, എക്സിൻ്റെ റേഞ്ചും ഇതാണ്. സോ നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. Properties of Cauchy distribution. First important property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MGF does not exist. Moment generating function exist ചെയ്യുന്നില്ല. MGF does not exist. Cauchy distributionന്റെ moment generating function exist ചെയ്യുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം മിക്ക എക്സാമിനേഷനും നിങ്ങൾക്ക് which is the example for a distribution for which moment generating function does not exist എന്ന് പറഞ്ഞ് ഓപ്ഷൻസ് തന്ന് ചോദിക്കുന്നത് ആണ്, സാധാരണയായിട്ടും ചോദിക്കുന്നതാണ്. സോ ഇൻ ദാറ്റ് കേസ് we have to identify it as Cauchy distribution. Cauchy distribution is the distribution for which moment generating function does not exist. അത് മാത്രമല്ല ഇതിൻ്റെ മീൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മീൻ ഓൾസോ does not exist. Then variance also does not exist. വേരിയൻസും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഓഫ് കോഷീസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് e raised to minus alpha t minus beta modulus of t. So that are the important properties. MGF does not exist, mean does not exist, variance does not exist, or we can say in general moments
ഡു നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ആൽഫ ടി മൈനസ് ബീറ്റ മോഡുലസ് ഓഫ് ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന പാരാമീറ്റേഴ്സ് എന്താണ്? ആൽഫയും ബീറ്റയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ കൊടുക്കാം. നിങ്ങളിപ്പം മ്യൂ എന്നും ലാംഡ എന്നോ ഇഷ്ടമുള്ള നൊട്ടേഷൻസ് നിങ്ങൾക്ക് പാരാമീറ്റേഴ്സിന് കൊടുക്കാം. പക്ഷെ ആ കൊടുക്കുന്ന നൊട്ടേഷൻ അനുസരിച്ച് ബാക്കി കാര്യങ്ങളും ഫോളോ ചെയ്ത് വരണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനിയും ഒരു 1-2 കാര്യങ്ങളൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോഷി ഡിസ്ട്രിബ്യൂഷന്റെ കേസിലുണ്ട്. ദാറ്റ് ഇസ്, സപ്പോസ് നമുക്ക് 2 കണ്ടിന്യൂസ് റാൻഡം വേരിയൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ദാറ്റ് ഇസ്, ഇഫ് എക്സ് ഫോളോസ് കോഷി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് ആൽഫ 1 ആൻഡ് ബീറ്റ 1 ആൻഡ് y follows another Cauchy distribution with parameters alpha 2 and beta 2 ആണെങ്കിൽ x plus y will also follow a Cauchy distribution with parameters alpha 1 plus alpha 2 and beta 1 plus beta 2. ഓക്കെ, ഇവിടെ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും ഇൻഡിപെൻഡൻസി ഒന്നും പറഞ്ഞിട്ടില്ല. എക്സും വൈയും 2 കോഷി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന 2 കോഷി റാൻഡം വേരിയൻസ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എക്സ് പ്ലസ് വൈ വിൽ ഓൾസോ ഫോളോ കോഷി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, പാരാമീറ്റേഴ്സ് എന്താണ്? ഡയറക്റ്റ് 2 വേരിയൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പാരാമീറ്റേഴ്സിന്റെ സം ആൽഫ 1 പ്ലസ് ആൽഫ 2 ആൻഡ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മളിപ്പം n ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഇഫ് x1 x2 എക്സെട്ര xn ആർ n IID കോഷി റാൻഡം വേരിയൻസ് വിത്ത് പാരാമീറ്റേഴ്സ് ആൽഫ ബീറ്റ ആണെങ്കിൽ ഇഫ് വി ഡിഫൈൻ, നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്, ഇഫ് വി ഡിഫൈൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 1/n സമ്മേഷൻ xi എന്ന് ഡിഫൈൻ ചെയ്താൽ നമുക്ക് കാണാൻ എക്സ് ബാർ വിൽ ഓൾസോ ഫോളോ എ കോഷി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, മൊമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതല്ല ഉദ്ദേശിച്ചത്. എന്താണ്? n ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയൻസിന്റെ ഒരു എന്താ പറയുന്നത്, n ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയൻസ് വെച്ച് നമ്മൾ എക്സ് ബാറിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് എക്സ് ബാർ വിൽ ഓൾസോ ഫോളോ എ കോഷി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദ സെയിം പാരാമീറ്റർ ആൽഫ ബീറ്റ എന്ന് പറയുന്ന അതേ പാരാമീറ്റർ വെച്ചിട്ടുള്ള കോഷി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് അതും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനിയും നമ്മളിപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണത്, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, 5x പ്ലസ് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു 5xt ഇൻറ്റു 5yt. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ കേസിൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ തിരിച്ച് പറയാൻ പറ്റുമോ എന്നുള്ള സംഗതി നോക്കുകയാണ്. 5x പ്ലസ് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു 5xt ഇൻറ്റു 5yt ആണെന്ന് കരുതി നമുക്കിത് തിരിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ പറയാം, എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇത് ശരിയാണ്, ഇത് കറക്റ്റ് ആണ്, ദിസ് ഇസ് കറക്റ്റ്, ദിസ് ഇസ് നോട്ട് ഓൾവേസ് പോസിബിൾ. എല്ലാ സമയത്തും അത് പോസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഇംപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട്, അതായത് 5x പ്ലസ് വൈ ഓഫ് ടി is equal to 5xt into 5yt ആണെന്ന് കരുതി it does not imply x and y are independent എന്ന് പറയുന്നതിന് അങ്ങനെ അത് ഇംപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളും കൂടെയാണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, 5x പ്ലസ് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു 5xd ഇൻറ്റു 5yt എന്ന് പറഞ്ഞാലും എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആകണം എന്ന് നിർബന്ധമില്ല എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് MGFന്റെ കാര്യവും മൊമെന്റ്സിന്റെ കാര്യവുമാണ്. സോ ഇതൊക്കെ പിന്നെ ഒരു കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മീൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. മീൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. മീൻ എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നും ഇവിടെ പോസിബിൾ അല്ല. അല്ലെങ്കിൽ നമുക്ക് പറയാം വീക്ക് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് കോഷി ഡിസ്ട്രിബ്യൂഷൻ.
ഇനി കോഷി ഡിസ്ട്രിബ്യൂഷനും മറ്റ് രണ്ട് ഡിസ്ട്രിബ്യൂഷൻസുമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോൾ കോഷി ഡിസ്ട്രിബ്യൂഷൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും കവറായി, ഒബ്ജക്റ്റീവ് എക്സാമിനേഷന് ചോദിക്കുന്ന പോയിന്റ്സ് എല്ലാം കവറായി നമുക്ക് കരുതാൻ പറ്റും. സോ ലെറ്റ്സ് സീ. ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞു, കോഷി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ ആൻഡ് ബീറ്റ ആണെങ്കിൽ അതിന്റെ മോഡ് എന്ന് പറയുന്നത്, കോഷി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണി മോഡലാണ്. ഓക്കെ, കോഷി ഡിസ്ട്രിബ്യൂഷൻ ഇസ് യൂണി മോഡൽ. ആ ഒരു അതും കൂടെ ഓർത്തോളാം. ഓക്കെ, കോഷി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ആൽഫ ആൻഡ് ബീറ്റ ആണെങ്കിൽ കോഷി ഡിസ്ട്രിബ്യൂഷൻ ഇസ് യൂണി മോഡൽ. ഓക്കെ, ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും മാക്സിമം വാല്യൂ. ഓക്കെ, യൂണി മോഡൽ ആണ്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയാണ്. ഓക്കെ, യൂണി മോഡൽ ആണ് എന്ന് വെച്ചാൽ ഒരു മോഡേ ഉള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും മാക്സിമം വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും പ്രോപ്പർട്ടീസിന്റെ കൂടെ തന്നെ പഠിക്കാം. ഇനി ഞാൻ ലാസ്റ്റ് പറഞ്ഞ കേസ്, അതായത് മറ്റ് ഡിസ്ട്രിബ്യൂഷനുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്ന കണക്ഷൻ ഇതാണ്. If x follows a standard Cauchy distribution, then x square follows beta second kind with parameters 1/2 and 1/2. Okay, x എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് കോഷി റാൻഡം വേരിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ബീറ്റ സെക്കൻഡ് കൈൻഡ് ആണ്, ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്, അതാണ് ഫോളോ ചെയ്യുന്നത് വിത്ത് പാരാമീറ്റേഴ്സ് 1/2 ആൻഡ് 1/2. അപ്പോൾ ഇത് കോഷി ഡിസ്ട്രിബ്യൂഷനും ബീറ്റ സെക്കൻഡ് ടൈപ്പുമായിട്ടുള്ള കണക്ഷൻ ആണ്. ഓക്കെ, കോഷി ഡിസ്ട്രിബ്യൂഷൻ, കോഷി ആൻഡ് ബീറ്റ, അത് തമ്മിലുള്ള ബീറ്റ സെക്കൻഡ് കൈൻഡ്. ഫസ്റ്റ് കൈൻഡും ഉണ്ട്, സെക്കൻഡ് കൈൻഡും ഉണ്ട്. ഇവിടെ സെക്കൻഡ് കൈൻഡ് ആണ് വരുന്നത്. എക്സ് ഫോളോ സ്റ്റാൻഡേർഡ് കോഷി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എക്സ് സ്ക്വയർ ഫോളോ ചെയ്യുന്നത് ഒരു ബീറ്റ സെക്കൻഡ് കൈൻഡ് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഇസ് ബീറ്റ സെക്കൻഡ് കൈൻഡ് വിത്ത് പാരാമീറ്റേഴ്സ് 1/2 ആൻഡ് 1/2. ഇനി അടുത്തത്, if x follows a standard normal distribution and y follows a standard normal distribution, okay, then x by y follows a standard Cauchy distribution. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. എക്സും വൈയും രണ്ട് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ ഫോളോ ചെയ്യുന്നത് ഒരു കോഷി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, കോഷിക്ക് മറ്റ് രണ്ട് ഡിസ്ട്രിബ്യൂഷൻസുമായിട്ടുള്ള കണക്ഷനാണ് നമ്മൾ പറഞ്ഞത്. കോഷിയും ബീറ്റ സെക്കൻഡ് കൈൻഡും, അതേപോലെ തന്നെ കോഷി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾസും ഓർത്തിരിക്കുക. അപ്പോൾ കോഷി ടു സം അപ്പ്, നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് ഉണ്ട് കോഷിയിൽ? MGF എക്സിസ്റ്റ് ചെയ്യുന്നില്ല, മൊമെന്റ്സ് ഒന്നും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പറയാം മീൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, വേരിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ കോഷി ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ്? കൗണ്ടർ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യുക. MGF എക്സിസ്റ്റ് ചെയ്യാത്ത ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ 5x + y of t is equal to 5xt into 5yt എന്നാണെങ്കിൽ നമുക്ക് we cannot always say x and y are independent, അല്ലെങ്കിൽ x and y need not be independent. If 5x + y of t is equal to 5xt into 5yt, that does not imply x and y are independent. അതിന് എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ കൂടെയാണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. ദെൻ യൂണിമോഡൽ ആണ് വിത്ത് x is equal to alpha is the maximum point. Then കോഷി ഡിസ്ട്രിബ്യൂഷനും മറ്റ് ഡിസ്ട്രിബ്യൂഷൻസുമായിട്ടുള്ള കണക്ഷൻ പറഞ്ഞു. ദാറ്റ് ഇസ് ഇഫ് എക്സ് ഫോളോസ് എ സ്റ്റാൻഡേർഡ് കോഷി ഡിസ്ട്രിബ്യൂഷൻ, എക്സ് സ്ക്വയർ ഫോളോസ് ബീറ്റ സെക്കൻഡ് കൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ. Then if x and y are two standard normal variates, then the ratio follows a standard Cauchy distribution. അപ്പോൾ ഇത്രയുമാണ് കോഷി ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബുക്ക് എടുത്ത് ഓരോ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കമ്പയർ ചെയ്തും അതേപോലെ പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി എഴുതിയും പഠിക്കുക. അപ്പോൾ ഇപ്പോൾ കോഷി ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻസിലും ഈ പറയുന്ന കോഷി ഡിസ്ട്രിബ്യൂഷനെ വെച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. മിക്കപ്പോഴും അത് MGF ആണ്, വിച്ച് ഇസ് ദ എക്സാമ്പിൾ ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ
അല്ലെങ്കിൽ ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ ഫോർ വിച്ച് MGF ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതാണ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിഗാർഡിംഗ് കോഷി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.